കിടന്നു കഴിഞ്ഞ് എണീച്ച് കഴിഞ്ഞാൽ ഈ വിൻഡോ കൂടെ കാണുന്നത് കേട്ടോ. ഇവിടുന്ന് ഇതാണ് വ്യൂ. ആംബിയൻസ് ഉണ്ടല്ലേ, എന്ത് രസാലേ. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഡോമുണ്ട്, അപ്പുറത്തൊരു ഡോമുണ്ട്. ഇതൊക്കെ വരെ തന്നെയാണ്, കുറേ ഡോമുകൾ. പുതിയ റോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിലിട്ടുള്ളത്. ഇന്നിപ്പോൾ ഞങ്ങൾ 2ാം ദിവസമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഒരു കാര്യം, ഞങ്ങളുടെ ഒരു ബഡ്ജറ്റ് സ്റ്റേനെ പറ്റി 500 രൂപയ്ക്ക് കൊടൈക്കനാൽ താമസിക്കാൻ പറ്റുന്ന സ്ഥലത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആദ്യം അത് പോയി കാണുന്നു. കൊടൈക്കനാൽ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ്. ഞാൻ അതിന്റെ ഐക്കാർഡിൽ അതിന് ലിങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂമ്പാറയിലേക്കാണ്. കൊടൈക്കനാൽ വന്നിട്ട് നിങ്ങൾ എത്ര പേര് പൂമ്പാറ പോയിട്ടുണ്ട്? അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സമയം 4 മണിക്ക് നമ്മളവിടെ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് 5 മണിക്കാണ് പൂമ്പാറയിലേക്ക് ബസ് ഉള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ നിൽക്കാണ്, മഴയാണ്, കോടയാണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ്. കൊടൈക്കനാൽ സ്റ്റാൻഡ് ഇതാ ഫുള്ള് കോടയിൽ മൂടി കിടക്കാണ്. മഴയുണ്ട്, തണുത്തിട്ട് വിറയ്ക്കാണ്. ഒന്ന് ഊതി കൊടുക്ക്, ഫുൾ പോകേക്കരുത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കാണ്. 5 മണിക്കാണ് ബസ് കേട്ടോ. ക്ലൈമറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്ലൈമറ്റ് കേട്ടോ. അപ്പോൾ 5 മണിക്ക് ബസ് വന്നിട്ട് നേരെ ഇനി പൂമ്പാറയിലേക്ക് കേട്ടോ. ബസ് ഇതുവരെ വന്നില്ല കേട്ടോ. കുറച്ചുകൂടി ലേറ്റ് ആവുമെന്നാണ് പറഞ്ഞത്, 6 മണിയാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ മഴ കുറഞ്ഞിരിക്കുന്നത്, നല്ല കോടയാണ്. 6 മണിക്ക് വന്ന് 6:30ക്കാണ് ബസ് എടുക്കുക. തണുപ്പ് വെച്ചിട്ട് അപാര തണുപ്പാട്ടോ. അപ്പോൾ ആരെങ്കിലും വരുന്നൊക്കെ ഉണ്ടെങ്കിൽ ജാക്കറ്റ് ഒന്നും എടുക്കാൻ മറക്കണ്ട. നല്ല തണുപ്പാണ്. കണ്ട കോട കണ്ടില്ലേ, ഫുൾ കോടയാണ്. പിന്നെ ഒരു ക്ലാവറക്ക് പോകുന്ന ബസ്സാണ് കയറേണ്ടത്. പൂപ്പാറക്കാണ് ഇറങ്ങേണ്ടത്. ക്ലാവറ ബസ്സാണ് ഇപ്പോൾ അടുത്തുള്ളത്, അതിനാണ് പോകേണ്ടത്. ഒരു ബസ് വരുന്നുണ്ട് തോന്നുന്നു. കൊടൈക്കനാൽ സ്റ്റാൻഡ് മുഴുവൻ കോടയിൽ മൂടിട്ടോ. സമയം ഇപ്പോൾ 6:15 6:30 മണിക്കാണ് നമ്മുടെ ബസ് കേട്ടോ. 5 മണിൻ്റെ ബസ് കിട്ടിയില്ല. അപ്പോൾ ആ ബസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇതാ നല്ല മഴയും കോടും ഒക്കെ ആയിട്ട്. എങ്ങനെയുണ്ട്, തണുക്കുന്നുണ്ടോ? നല്ല തണുപ്പാട്ടോ. ബസ് ഒരു ബസ്സാണ് വരുന്നുണ്ട്, അതാ തോന്നുന്നു. അതാ തോന്നുന്നു ബസ് വരുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ ഫുള്ള്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നാളത്തേക്ക് അടിപൊളി വിഷ്വൽസ് ആയിരിക്കും. എന്തായാലും ഇനിയിപ്പോൾ ബസ് കയറട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് കേട്ടോ. അവസാനം അതങ്ങനെ ബസ് കയറിട്ടോ. നല്ല തിരക്കാണ്, കല്ലും മുടിയൊക്കെ ഉണ്ടെങ്കിൽ സീറ്റ് കിട്ടിയത്. ഇനി എന്തായാലും അവിടെ എത്തണം. പൂമ്പാറ ഇറങ്ങാം. 1 മണിക്കൂറുണ്ടല്ലോ ഇവിടുന്ന്. 1 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന്. അപ്പോൾ അതെ ഞങ്ങൾ അങ്ങനെ അവിടെ ബസ് ഇറങ്ങിട്ടോ. 1 മണിക്കൂർ പറഞ്ഞിപ്പോൾ 2 മണിക്കൂർ എടുത്തായില്ലേ, അറിഞ്ഞില്ല. ഇപ്പൊ സമയം ഏകദേശം 8 മണിയായി അവിടെ ഇറങ്ങിയിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റാൻഡ് അങ്ങോട്ട് പോകാല്ലേ. ഇന്നലെ രാത്രി നല്ല മഴയൊക്കെ ആയിരുന്നു, അതേ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റായിരുന്നത്. നമ്മളിവിടെ എത്തി ബസ് സ്റ്റാൻഡിൽ അവർ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. ഏകദേശം അവിടെ നിന്ന് ഒരു 200 മീറ്ററാണ് ഇങ്ങോട്ടേക്ക് ദൂരമുള്ളത്. ഇത് റൂംസ് എല്ലാം ഇവിടെ നമ്മൾ ഡോംസ് ആണ്. അപ്പോൾ ഡോമിലാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ഇവിടുത്തെ ഇതൊക്കെ കാണിച്ചു കേട്ടോ. എങ്ങനെയാണ് ആംബിയൻസ് ഒക്കെ കാണിച്ചു തരാം. അടിപൊളി കേട്ടോ, അടിപൊളി. ഒരു ഇനീച്ചില്ലേ, 2 നല്ല ഉറക്കാണ്. ഇതോ എണീക്കണോ, 2 or 3 പുറത്തുള്ളിൽ കിടക്കുന്നത്. ഇനി അണ്ണാച്ചി സമയായി. അപ്പൊ ഇതാണ് നമ്മളെ ഡോമിനുള്ളത് കേട്ടോ. ഞങ്ങളെ കയറി ഫുള്ള് അലങ്കോലാക്കിയാണ് ഇങ്ങനെ നെല്ലേൻ ഇട്ടത്. ഇതാണ് കണ്ടില്ലേ, അത്യാവശ്യം ഒരു ലക്ഷറി തന്നെ പറയാം. താഴേക്ക് വുടനാണ്, തണുപ്പുള്ളിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. പുറത്തുള്ള വ്യൂ ഉണ്ടോ, അതുണ്ടോ പുറത്തേക്കുള്ളത്. നല്ല മഴയും കാറ്റും ഒക്കെ ആണ് പുറത്ത്. ഞാൻ ഡോർ തുറന്ന് പുറത്തേക്ക് കാണിച്ചരാ. ഇതാണ് നമ്മുടെ ഡോം എന്നുള്ള. മഴ കൂടിയുണ്ട്. താഴോട്ടേക്ക് വ്യൂ പോയിന്റ് ആണ്, കൊക്കാന്ന് തന്നെ പറയാം. താഴോട്ട് കൊക്കാണ്. ഇതാണ് ഇന്നലെ ഞങ്ങൾ താമസിച്ച ഡോം കേട്ടോ. നമുക്ക് അവിടെ ചെറിയൊരു പൂളൊക്കെ വരുന്നുണ്ട്. പൂള് കണ്ടില്ലേ, ചെറിയൊരു പൂളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ ഡോംസ് ഉണ്ട്. അങ്ങനെ ഇവിടെ ഫുള്ള് കോടയൊക്കെ വന്നിട്ട്. ഈ സാധനത്തിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ചാടാനോ എന്താ ഇങ്ങനെ കയറുന്നാല് അപാര കാര്യാട്ടോ. ഇത് അവിടെ വേറെ ഡോമും അവിടെ പണി നടക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ നിലനിന്ന് ഒരു രക്ഷയില്ല തന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. അത് അപ്പുറത്ത് വേറെ ഡോമുണ്ട്, അവിടെ ഒന്നുണ്ട്. ഫുള്ള് കോടയിൽ മൂടി കിടക്കാണ്. ഇവിടെ പുറത്ത് കണ്ടില്ല, നല്ല മഞ്ഞും മഴയും പെയ്യുന്നില്ലേ. പുറത്തൊക്കെ ഒന്നും ഇറങ്ങാൻ തോന്നില്ല അത്രക്കും. ഇവിടെ ഈ പാട്ടിലെ മഞ്ഞ് പെയ്യണ ഇവിടെ മൂടി പരിചിക്കാന്ന് ഉറങ്ങാനാ വന്ന്. എടാ ഒരു ബിസ്ക്കറ്റ് തരുമെങ്കിൽ ആ ഗ്യാപ്പിൽ അവിടെ ഉള്ള ബിസ്ക്കറ്റ് അടിച്ചാടി തിന്നുക.
സംഭവം അടിപൊളിയായിരുന്നു. ആംബിയൻസ് നോക്കി ഇവിടെ കിടന്നുള്ള ആംബിയൻസ് ഉണ്ട് ഞങ്ങള്. ഇതൊക്കെയല്ല ആംബിയൻസ് ആയിരിക്കും. ഇതിന്റെ അവിടെ പോയാൽ നേരെ താഴെ പോയാൽ കൊക്കയാണ്. പക്ഷെ മഞ്ഞോണ്ടൊന്നും കാണില്ല. കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റാൻ മതിയോ. എന്തായാലും തൽക്കാലം അവിടെ ബിസ്ക്കറ്റ് ഇങ്ങനെ ഇരിക്കുക. ഒരു 9 മണിക്ക് ആവട്ടെ ആലോചിക്കുക എന്താ ചെയ്യേണ്ടത്. ഇവിടെ വന്ന് ഈ അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യണം ശരിക്കും. അല്ലാതെ ഇവിടെ വന്ന് ജസ്റ്റ് ഇങ്ങനെ കണ്ടങ്ങോട്ട് പോകുന്നതല്ല. ഞങ്ങൾ ശരിക്കും ഈ പൂണ്ടി, പൂപ്പാര, പോലൂരൊക്കെ പോകാനാണ് ഉദ്ദേശിച്ചത്. അല്ല, പൂണ്ടി അതേമാതിരി ക്ലാവര അതിന്റെ സ്ഥലത്തിന് കൂക്കാലൊക്കെ പോകാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പൊ പൂപ്പാറയിലാണ് ഉള്ളത്. ഇനിയിപ്പോ പൂപ്പാറന്ന് ഇവിടുത്തെ കഴിഞ്ഞിട്ട് എന്താ നോക്കിയിട്ട് വേണോ. മഴ ഇല്ലെങ്കിൽ ഇന്നും നിലയും കാലാവസ്ഥയിൽ മഴയാവും. നാളെ ക്ലിയർ ആണെന്ന് പറയുന്നത്. അങ്ങനെയാണ് നാളെ നോക്കിയിട്ട് പോകും. അല്ലെങ്കിൽ ചിലപ്പോ ഒന്ന് പോകും. ഒക്കെ അന്നത്തെ ക്ലൈമറ്റ് മാറുണ്ടാവും. അപ്പൊ അതാ മഴയൊക്കെ കുറഞ്ഞിട്ടോ. ഇപ്പോഴാണ് ആംബിയൻസ് ഉണ്ടല്ലേ, എന്ത് രസാലേ. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഡോമുണ്ട്, അപ്പുറത്തൊരു ഡോമുണ്ട്. ഇതൊക്കെ വരെ തന്നെയാണ്. കുറേ ഡോമുകളുണ്ട് കണ്ടല്ലേ. ഞാൻ എന്തായാലും നമുക്ക് ഒന്ന് ഈ സൈഡ് കാണിച്ചു തരാം. വ്യൂ പോയിന്റ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് കണ്ടല്ലേ. ഇന്നലെ അത് കാണാനൊന്നും പറ്റിയില്ലായിരുന്നു. രാത്രിയായിരുന്നു കണ്ടോ. വെള്ളച്ചാട്ടം കണ്ടില്ല, അവിടെ വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. അവിടെ ആ ഭാഗത്ത് പഴനി കേട്ടോ. അപ്പുറത്ത് കാണാൻ കണ്ടു ആ ഭാഗത്താണ്, അത് പഴനിമലേൻ്റെ ഭാഗമാണ്. അതേമാതിരി ഇത് കണ്ടില്ലേ. നമുക്ക് അവിടെ കിടന്നു കഴിഞ്ഞ് എണീച്ച് കഴിഞ്ഞാൽ ഈ വിൻഡോ കൂടെ കാണുന്നത് കേട്ടോ. ഇവിടുന്ന് ഇതാണ് വ്യൂ. അത്യാവശ്യം പ്രീമിയം തന്നെ കേട്ടോ. അതേമാതിരി അവിടെ ഒരു പൂള് വരുന്നുണ്ട്. ഉള്ളിൽ ഓരോന്തൊക്കെ ചെയ്യുന്ന നമുക്ക് ഉള്ളിൽ അതിന് മുന്നേ കണ്ടില്ലേ. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ട് തോന്നില്ലേ. ഇവിടെ ഉണ്ടേ നെറ്റ്സ് ഇതുണ്ട്. ഇതിന് പറയാൻ നിൽക്കാറില്ല. അടിപൊളി സംഭവം കേട്ടോ അത്. നേരെ നല്ല വ്യൂ ഉണ്ടല്ലേ. നമുക്ക് എന്തായാലും ഇതിന് ഉള്ളിലേക്ക് കയറാം. ഒരാളെ ഇരിക്കുന്നുണ്ട് കൂടെ. ഫുള്ള് ഉറങ്ങി ഇന്ന് ചലങ്കോലാക്കിയിട്ട് ഞങ്ങൾ തന്നെ വൃത്തിയാക്കിയതല്ലേ. അപ്പൊ അതിൻ്റെതായ കട്ടിലിനൊക്കെ ചെറിയ ചെറിയ മാറ്റം ഇങ്ങനെ നല്ലതിനുണ്ട്. നല്ല രസത്തിൽ അവർ ചെയ്തെന്ന് കടലാസക്കാർ അവിടെ കൊണ്ടിട്ട്. അപ്പോ എന്താണ് എക്സ്പീരിയൻസ്? വേറെ ലെവല്. ഗിറ്റാർ വായിക്കാൻ അറിയോ? എന്താ ഇങ്ങനെ തളർത്തല്ലേ. അപ്പൊ അടിപൊളിയല്ലേ. ഇത് ബെഡ് ഉണ്ടല്ലേ, അത്യാവശ്യം നല്ല ഇതൊക്കെ വരുന്ന കുഷനൊക്കെ വരുന്ന ബെഡാണ്. ഇവിടെ നമുക്ക് ശരിക്കും 3 പേർക്കുള്ള ബെഡാണ്. പക്ഷെ 4 പേർക്ക് കിടക്കാം അല്ലേ. ഇവിടെ 4 അല്ല, ഒരു ഒത്തൊരുമ ഉണ്ടെങ്കിൽ 5 പേർക്ക് വേണേലും കിടക്കാം. ഈ ബെഡിൽ തന്നെ 3 പേർക്ക് കിടക്കാം അല്ലേ. 3 പേർക്ക് കിടക്കാം. അതേമാതിരി തന്നെ നമുക്ക് ഇവിടെ ഒരു ഇത് വരുന്നുണ്ടല്ലേ, അത് സോഫ കം ബെഡാ അല്ലേ അത്. അതെ, ഇത് നീട്ടിട്ട് കഴിഞ്ഞാൽ ബെഡായി. ഓക്കെ. അതിനോല് സെപ്പറേറ്റ് ഞങ്ങളുടെ ബാഗൊക്കെ അപ്പുറത്തുണ്ട്. അതാണ് അങ്ങനെ ടച്ച് സെപ്പറേറ്റ് ആയിട്ട്. അതിനകത്ത് ഒരു 3 പേർക്ക് വേണം കിടക്കാം. ഇതിന് 3 പേര് അലോഡ് ചെയ്യാൻ മതിയോ? അത് സംസാരിച്ച ഒരു പക്ക ഡീസന്റ് നല്ല ടീംസ് ആട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടു. അതിനെ കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അതെ, പിന്നെ റൈറ്റ് അത്യാവശ്യം റൈറ്റ് ഉണ്ട്. കാരണം ഇത്ര എന്തൊക്കെയാണെങ്കിലും തന്നെ. പക്ഷേ ഈ ഒരു സെറ്റപ്പും ഈ ഒരു വ്യൂ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആ റേറ്റ് വളരെ ചെറുതാ. അത് പറയേണ്ട ഒരു കാര്യം തന്നെ. അല്ല, അത്യാവശ്യം നല്ല നീറ്റുണ്ട്. നമുക്ക് ഇവിടെ അതേമാതിരി ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഹീറ്റർ ഉണ്ട്, നല്ല തണുപ്പുണ്ടല്ലോ. ഹീറ്റർ ഉണ്ട്, ഓവൻ ഉണ്ട് താഴെ. അതേമാതിരി നമുക്ക് ഇവിടെ ബാത്റൂം ഇതാ ഇതിന്റെ ബാക്ക് തന്നെയാണ് വരുന്നത്. ടച്ചിലാണ് അല്ലേ. നല്ല നീറ്റുള്ള വാഷ് ബേസിൻ ചെയ്യുന്നുണ്ട്. ആ ഉള്ളിൽ ആ ബാത്റൂം വരുന്നുണ്ട്. അടിപൊളി. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടേ മറ്റേതാ ഡോമൊക്കെ ഒന്ന് കാണിച്ചിരുന്നാലോ. അതെ, ഒരു ഡോമല്ല, ഇവർക്ക് വേറെയും കുറെ ഡോമുണ്ടോ. ഇതിപ്പോ അത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഡോമാണ്. ഈ സംഭവം കാണിച്ചു. അത് ഞാൻ നേരത്തെ കയറി ചാടിക്കോ. ഫ്രീ ചാടി 2 മണ്ടന്മാർ ചാടുന്നു. ഈ കാഴ്ച ഓന് പേടിയാണ്. അയ്യോ ജാമു. അപ്പൊ സംഭവം അടിപൊളി കേട്ടോ. ഈ വ്യൂ ആണ്, ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. കണ്ട് ആ സ്ഥലത്തിന് പേര് പല്ലങ്കി അല്ലേ. പല്ലങ്കി, ആ വെള്ളച്ചാട്ടം കാണുന്ന ഭാഗം പല്ലങ്കി കേട്ടോ. എത്രത്തോളം ഇവിടുന്ന് കാണിച്ചു തരാൻ വരുന്ന അറിയില്ല. അത് പല്ലങ്കി. ഓക്കെ, പല്ലങ്കിയാണ്. അതേമാതിരി ഈ ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടത്തിലേക്ക് വലിയ ഒരു ട്രിപ്പൊക്കെ. ഇവിടെ അടുത്ത് വേറെ വെള്ളച്ചാട്ടം ഉണ്ട്. അതേമാതിരി ക്യാമ്പ് ഫയർ ഉണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയി. അവിടെ നല്ല രസം കാണാൻ. ആ സൈഡിലേക്ക് പിന്നെ ഇത് പൂള്. ഞാൻ നേരത്തെ പറഞ്ഞു പൂള് അടിപൊളിയല്ല. അതിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് തന്നെ കളിക്കാം. പിന്നെ അവിടെ റോക്ക് ഉണ്ട് കണ്ടില്ലേ. അത് അത്യാവശ്യം നല്ലൊരു രസമുള്ള സ്ഥലം കേട്ടോ ഇവിടെയൊക്കെ. ഇപ്പൊ ഇവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു മഴ വീരൊക്കെ ചളിയൊക്കെ കിടക്കാം കേട്ടോ. പക്ഷെ ആംബിയൻസ് അപാര ആംബിയൻസ് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. ഇവിടെ കണ്ടില്ലേ, ഞങ്ങൾക്ക് നല്ല സംഭവം ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ രാത്രിയാണ് ഇതിൻ്റെ. നമുക്ക് രാത്രി എന്തായാലും ഇതൊരു വിഷ്വൽ എടുത്തിടാം. അതെ, ഫുള്ള് ലൈറ്റ് ആയിരിക്കും. ഇത് കണ്ടില്ലേ. എനിക്ക് മറ്റേ സംഭവം കാണിച്ചു കൊടുക്കണം. ഏത്? ഇവൻ വന്നപ്പോൾ തുടങ്ങിയത് മറ്റേ കൃഷി. ബാലിന്റെ കൃഷി രീതി. എടാ ബാലി പോണോ? അവിടുത്തെ അടിപൊളി കേട്ടോ. ഭൂപ്രകൃതിയൊക്കെ
നോക്കി തട്ടിരിച്ചിട്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സ്ഥലത്തിന് വരുന്നത് വട്ടപ്പെട്ട കൂക്കാലാണെങ്കിലും മറ്റേ അങ്ങോട്ട് പൂണ്ടി ആണെങ്കിലും ഒക്കെ ഇതേമാതിരി തന്നെ ഫുള്ള് ഇതവിടെ തൊട്ട് താഴെ കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് ഫുള്ള് സെറ്റാക്കി വെച്ചതാ. ഇവിടെ ഫുള്ള് കൃഷിക്കാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ ആംബിയൻസ് ഉണ്ട്, എന്ത് രസാലേ. രാത്രി ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ട്, ഇരിക്കാനൊക്കെ നമുക്ക് രാത്രി ഇവിടെ വന്നിരിക്കണം എന്തായാലും. അതെ അല്ല അവിടെ ആ ഡോമോ അല്ല രസമുണ്ടല്ലോ വരുന്നേരി. അതെ എന്തായാലും വർത്താണ്, കൊടുക്കണ പൈസക്ക് 100% വർത്താണ്. ഇവിടെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ, ചാടിയാൽ നേരെ താഴോട്ടേക്ക് പോവാ. വെയിലും ആ താഴെ ഉണ്ടല്ലേ, താഴെ ലാൻഡ് ഉണ്ട്, ആ താഴെ വരെ ലാൻഡ് ഉണ്ട്. അപ്പൊ ആറ് നോക്കാം അവിടെ. ഇവിടെ ഞങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് റൈറ്റ് സ്ഥലത്തിനൊക്കെ റൈറ്റ് വെച്ചപ്പോ ആ താഴെ കാണുന്ന ഏകദേശം 6000 രൂപ മുതൽ സെന്റിന് 6000 വരുന്നുണ്ട്. 6000 പക്ഷെ അവിടെ ക്ലൈമറ്റ് ചെറിയ വ്യത്യാസം. ഈ ഒരു കൊടൈക്കനാലിന്റെ ക്ലൈമറ്റ് അവിടെ കിട്ടും, ഹോട്ട് പളനി ആ ടൈപ്പ് ക്ലൈമറ്റ് ആയി താഴെ വരിക. പിന്നെ പറഞ്ഞാൽ റോഡ് ആക്സസ് ഇല്ല, നമുക്ക് നടന്ന് പോകാനും അല്ല കുതിരപ്പുറത്തൊക്കെ സാധനം കൊണ്ടുവരും അങ്ങനെ പറഞ്ഞാൽ. പക്ഷെ നമുക്ക് 6000 രൂപ മുതൽ അവിടേക്ക് ലാൻഡ് കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ 20,000 രൂപ വരെ ഇവിടെ 20 ലക്ഷം 20 ലക്ഷം 20 ലക്ഷം വരെ ഇവിടെ റേറ്റ് വരുന്നുണ്ട്. ആ വെള്ളച്ചാട്ടം എന്തൊരു സ്ഥലം ഇവിടെ നിന്ന് കാണാൻ. ഇവിടെ ഇത് ഇപ്പൊ സീസൺ അല്ലേ, നമ്മുടെ ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സൺറൈസ് ഉണ്ട് ഇവിടെ നിന്നുള്ള. മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ അവിടെ സൺറൈസ് വരിക, ആ മലേന്റെ അവിടെ സൺറൈസ്, കൊളുക്കുമല സൺറൈസ് മാതിരി അതേമാതിരി അവിടെ നിട്ടു. പക്ഷെ ഇപ്പൊ ഇനി കുതിരയൊക്കെ തിന്നുണ്ട്. ഒരു 4-5 മാസമൊക്കെ ഇനിയിപ്പോ ആ സൂര്യൻ കാണില്ല എന്ന് പറഞ്ഞത്. ഫെബ്രുവരി മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെ സൺറൈസ് കാണാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 3-4 മാസത്തേക്ക് സൺറൈസ് ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ ശരിക്കും ഇനി ഇവിടുന്ന് പൂണ്ടി മറ്റേ ഇവിടേക്കൊക്കെ പോകാൻ മന്നവന്നൂരൊക്കെ പോകാൻ ഉദ്ദേശിച്ചത്. പക്ഷെ മഴയും ക്ലൈമറ്റും കാരണം ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷമാണ് ഒന്ന് റെഡി ആയത് അല്ലേ. പോരാത്തതിനും നമ്മൾ എത്തിപ്പെട്ട പ്ലേസ് പറഞ്ഞാൽ ഈ ഒരു ആ പ്ലേസ് എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. അതെ, പൂണ്ടി പോകണം പൂപ്പാറ പോകണം എല്ലാ സാധനവും നമുക്ക് ഇവിടെ കാണാം. അപ്പൊ അതിനെക്കൊണ്ട് ഞങ്ങൾ ഇന്ന് ഫുള്ള് ഇവിടെ എൻജോയ്മെന്റ് ചെയ്യും. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫീൽഡൊക്കെ ഒന്ന് പോയി കാണണം, ഒരു ക്യാമ്പ് ഫയർ ഒക്കെ രാത്രി കൂടണം ഫുള്ള്. അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. എന്തായാലും നമുക്ക് രാത്രിത്തെ വിഷയത്തിൽ ആഡ് ചെയ്യാം. നാളെ ഞങ്ങൾ എന്നിട്ട് നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പോകും. അപ്പൊ രാവിലെ നമുക്ക് അതിന്റെ ബാക്കി വീഡിയോ ഒക്കെ എടുക്കാം. അപ്പൊ നാളെ രാവിലെ ഇവിടുന്ന് നേരെ പഴനിക്ക് പോയി പഴനി നാട്ടിലേക്ക് പോയാം. അപ്പൊ എന്തായാലും ഞാൻ ഇവരെ നമ്പർ കൊടുക്കാം, വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ കൊടുക്കാം. എല്ലാവരും വരുന്നവർക്കൊന്ന് കൊടൈക്കനാലിൽ വരുന്നവരൊക്കെ മിസ് ചെയ്യാണ്ട് വരിക. പൂപ്പാറയാണ് സ്ഥലം വരുന്നത് കേട്ടോ. അപ്പൊ വിളിച്ചു നോക്കുക, ബുക്കിന് വേണ്ടവരൊക്കെ ബുക്ക് ചെയ്യുക വിളിച്ചിട്ട്. ആദ്യം പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല, കണ്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങള് സജസ്റ്റ് ചെയ്യാണ്. അത്രയ്ക്കും അടിപൊളിയാണ്. അപ്പൊ നമ്പർ കൊടുക്കുക, വിളിച്ചു നോക്കാം കേട്ടോ. എന്നാലും നമുക്ക് ഇനി തൽക്കാലത്തേക്ക് ഒന്ന് കട്ട് ചെയ്യാണ്. ബാക്കി രാത്രിത്തെ വിഷയത്തിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുന്നത് കേട്ടോ.